കഴിഞ്ഞ ഒരു ഏതാനും വർഷത്തെ കേരള രാഷ്ട്രീയം എനിക്കറിയില്ല ബേബിയോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഓൺസ്ലോട്ടിന് വിധേയമായിട്ടുള്ള അപൂർവം രാഷ്ട്രീയക്കാരിലൊരാളായി ബേബി മാറി. പലപ്പോഴും ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇത്രത്തോളം ഒരു എതിർപ്പിനും ഒരു പ്രതിരോധം എന്ന് പറയാൻ പറ്റില്ല, ആക്രമണത്തിന് ഇരയാകേണ്ടത് എന്തെങ്കിലും ബേബിയിലുണ്ടോ എന്നുള്ളത്. പക്ഷേ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ക്യാമ്പയിനിൻ്റെ അവശിഷ്ട നിലയിൽ പല കാര്യങ്ങൾ പലരുടെ മനസ്സിൽ പതിഞ്ഞു പോകും. അപ്പോൾ ഇത്രത്തോളം ഒരു ഭീകരമായൊരു ഓൺസ്ലോട്ടിന് ബേബി ഇരയായപ്പോൾ വിധേയെന്ന് പറയാൻ താങ്കൾ വിധേയമായില്ല, നിന്നു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇരയാകുന്നൊരു ഘട്ടത്തിൽ ബേബിയുടെ മനസ്സിലേക്ക് വന്നത് എന്താണ്? ഇതിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? ആരോപിക്കപ്പെടുന്ന പോലുള്ള ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനാണോ ഞാൻ? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനാണ്, സാമ്രാജ്യത്വ ഏജൻ്റാണ്. ഈ നിലയിലെല്ലാം ഇപ്പം ഐസക്കിനെ ചാരനെന്ന് തന്നെ വിളിച്ചു. അങ്ങനെ അത്രത്തോളം എത്തിയിട്ടില്ല. അത് അങ്ങനെ ഒരു ആ നിലയിലെല്ലാമുള്ള ആക്രമണങ്ങളാണ്. ഇതിൽ ഈ ആക്രമണങ്ങളെക്കുറിച്ച് പൊതുവിൽ പറയുമ്പോൾ സാധാരണ പറയാറുള്ളത് നല്ല കായ്ഫലമുള്ള ഒരു വൃക്ഷത്തിന് നേരെ മാത്രമേ ആക്രമണം ഉണ്ടാവൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇതിന് അനർഹനാണ്. കാര്യം ഒരു കായ്ഫലമുള്ള വൃക്ഷമല്ല ഞാൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇപ്പം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് തന്നെ വലിയ നേതാക്കന്മാർ ഒരുപാട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടവരാണ്. ഇപ്പം EMS പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഭർഷിക്കപ്പെട്ടിട്ടുണ്ട് എതിരാളികളാൽ. ഇടതുപക്ഷ തീവ്രവാദ സൈദ്ധാന്തിക പരിസരത്ത് നിൽക്കുന്നവരും ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പം EMSനെ റിവിഷനിസ്റ്റ്, തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഘാതകൻ എന്നൊക്കെയാണ് നക്സലൈറ്റുകൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും CPIM-ലും മാർക്സത്തെ സർഗാത്മകമായി വികസിപ്പിച്ച് കാലോചിതമായി ഓരോ കാലത്തിലെയും പ്രയോഗമാണ് മാർക്സിസം. അത് നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല. മാർക്സത്തിൻ്റെ ഏറ്റവും ആധാര പ്രമാണങ്ങളിലൊന്ന് ഈ പ്രപഞ്ചം സദാ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. അപ്പോൾ ഇത് പറയുകയും എന്നാൽ ഫലത്തിൽ ഓരോ സാമൂഹിക ചരിത്ര സന്ദർഭങ്ങളിലും സർഗാത്മകമായി മാർക്സത്തെ പ്രയോഗിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ചില കപട മാർക്സിസ്റ്റുകളുണ്ട്. അത് ലെനിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ലെഫ്റ്റ് വിങ് കമ്മ്യൂണിസം ആൻഡ് ഇൻഫൻറ്റൈൽ ഡിസോർഡർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് അറ്റാക്കിന് വേറെ എത്രയോ പേരെ കാണാം. ബേബിയെയും അല്ലെങ്കിൽ വേറെ ഏതാനും പേരെ മാത്രം തിരഞ്ഞെടുത്തതിന് കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞല്ലോ, അനർഹമായൊരു ബഹുമതിയാണ്. ആ ബഹുമതിക്ക് ഒരു എളിമ കാണിക്കാൻ ശ്രമം നടത്തും. ആ ബഹുമതിക്ക് അർഹമായ അല്ല. ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം, അവർക്ക് വേണേൽ തോന്നാം, അതായത് വളരെ ചെറിയ പ്രായത്തിൽ സംഘടനയുടെ തലപ്പത്തിലേക്ക് ഉയർന്ന ഒരാളെ CPM കേന്ദ്ര കമ്മിറ്റി മെമ്പറായി വന്നു, കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നൊരു വ്യക്തി, ഒരുപാട് ആൾക്കാരുമായി ബന്ധമുള്ള, എന്നാൽ ശരി ഇവനെ അങ്ങ് ശരിപ്പെടുത്തിയേക്കാം, അതായിരിക്കുമോ? അത്ര വിപ്ലവമായി അവർ ചിന്തിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. CPIM-ൻ്റെ പരിപാടി കാലോചിതമാക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് വെച്ച സമ്മേളനത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായ ഒരുപാട് അന്വേഷണങ്ങൾ, ചർച്ചകൾ, ആശയവിനിമയങ്ങൾ, പദപ്രയോഗങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സംവാദങ്ങൾ, ഇതിലെല്ലാം ഞാൻ സംബന്ധിക്കാറുണ്ട്. അത് എൻ്റെ ദൈനംദിന വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് സൈദ്ധാന്തികമായ അന്വേഷണങ്ങൾ.